ഹായ് നമസ്കാരം, ധനേഷ് സ്പീക്കിങ്ങിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ജനനായകൻ പടത്തിൻ്റെ ചില പോർഷൻസോ സോങ്സിൻ്റെ പോർഷൻസോ അല്ലെങ്കിൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള എന്തോ സിനിമയുടെ എന്തോ ലീക്കായെന്ന് അറിയുന്നു, വന്നു എന്നൊക്കെ കേൾക്കുന്നു. ആ ഒരു മനുഷ്യൻ ഇതിന് മാത്രം എന്ത് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ ഞാനല്ല സംസാരിക്കുന്നത്. ഒരു സിനിമ ബേസ് ചെയ്ത് പറയുകയാണ്. പണ്ട് പുലി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഉപമിച്ചത് ഒരു സുഖപ്രസവം നടക്കേണ്ട ഒരു കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം പെയിൻ ആയിരിക്കും ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടായിരിക്കും, എത്ര ദിവസങ്ങൾ കൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഷ്ടപ്പാടാണ് അത്. ഒരു നടനോ നടിയോ മാത്രമല്ല, സംവിധായകനാകട്ടെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാകട്ടെ, പ്രൊഡ്യൂസറാകട്ടെ, ആ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചോണം. പക്ഷെ ഇതൊന്നും തളർത്തത്തില്ല. സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും അത് തിയേറ്ററിൽ വരുമ്പോൾ അത് നല്ല രീതിയിൽ കളക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം തളർത്താൻ പറ്റില്ല. എന്തെല്ലാം രീതിയിൽ തളർത്താണ് നോക്കുന്നത്. അയാളെന്താ ഒരു പൊളിറ്റിക്സിൽ വന്നതാണ് ഇത്ര വലിയ വിഷയം. എന്തിനാണ് എല്ലാവരും ഇത്ര ഭയക്കുന്നത്? ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും പടം ഇറങ്ങും, റിലീസ് ചെയ്തിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. എല്ലാം ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ രീതിയിൽ സ്പ്രെഡാക്കിയെന്ന് പറഞ്ഞാലും അത് തിയേറ്ററിൽ വരും, തിയേറ്ററിൽ വന്ന് കാണും, കണ്ട് നല്ല കളക്ഷൻ അടിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ പറയപ്പെടുന്നു എന്നാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഒന്നാലോചിച്ച് നോക്കുക, ഒരു സിനിമ എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടെന്ന് ആലോചിക്കണം. ഈ ഒരു നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് ഏതെല്ലാം രീതിയിൽ, പൊളിറ്റിക്കലി ആവട്ടെ, പല രീതിയിലുള്ള ഇമോഷണലായിക്കോട്ടെ, പേഴ്സണലായിക്കോട്ടെ, ഏത് രീതിയിലെല്ലാം ഉള്ള അറ്റാക്കിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഭേദിച്ച് അയാൾ വരും. ഇതിനു മുമ്പും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായാലും സിനിമ ജീവിതത്തിലൊക്കെ തന്നെ ആയാലും. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഉറച്ച മനസ്സോടെ അദ്ദേഹം നിന്നത്. ഒരു ഫാൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജനനായകൻ സിനിമ, അത് ജനനായകൻ മാത്രമല്ല, ഏത് സിനിമ ആയിക്കോട്ടെ, എന്ത് ചെറ്റത്രമാണ് കാണിക്കുന്നത്? എത്ര നാളത്തെ കഷ്ടപ്പാടാണത്. അത് മറ്റുള്ളവർക്കത് നിസ്സാര കാര്യമായിരിക്കാം. പക്ഷേ അത് സിനിമയെന്നല്ല, ഏത് മേഖല ആയിക്കോട്ടെ നിസ്സാരമായി കാണരുത്. സിനിമാ മേഖല എന്നുള്ള നിസ്സാരമായി കാണരുത്. അത് എത്രത്തോളം ആൾക്കാരുടെ കഷ്ടപ്പാട്, എത്ര ദിവസത്തെ കഷ്ടപ്പാടും അധ്വാനമായിരിക്കണം അത്. ആര് ജയിച്ചാൽ ആർക്കായാലും ഇതിനുള്ള മുകളിൽ ദൈവം എന്നൊരാളുണ്ട്, അത് കൊടുത്തിരിക്കും. ജനനായക സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വി വിൽ വിത്ത് യു, വിജയ് സാർ.